ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് പ്രോഗ്രാം ജൂനീസ് വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ പറയാനിരിക്കുന്നത് കർത്താവിലേക്കുള്ള വഴി എന്താണെന്നുള്ളതാണ്. യേശുവിലേക്കുള്ള വഴി എന്തൊക്കെയാണ്? യേശുവിൻ്റെ വഴിയും സത്യവും ജീവനുമാണ്. യേശുവിലേക്കുള്ള വഴിയെക്കുറിച്ച് എന്താണ് പറയുന്നത്? കർത്താവ് എന്ത് പറയുന്നു? ദൈവം നമ്മുടെ ലോകത്തെയും എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. അതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ച് ഞാൻ വായിച്ചു. ഇത് ദൈവത്തിങ്കിലേക്കുള്ള വഴി എന്ന ഒരു ബുക്ക്ലെറ്റിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വായിക്കുകയാണ്. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഏതാ? സ്വർഗസ്ഥനായ പിതാവേ, അത് വായിക്കണം. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ യേശുവാണ്. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കുകയല്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക. എല്ലാവരും മരിച്ചു എന്ന് ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു. ക്രൂശിൽ മരിച്ചത് നാം എല്ലാവർക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. യേശുവിനെ ഈ നാളുകളിൽ നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കം ഉയർത്തെഴുന്നേറ്റുന്ന ജീവനുള്ള ദൈവമാണ് യേശു എന്ന് നമ്മൾക്കറിയാം. യേശു പൈതങ്ങളെ സ്നേഹിക്കുന്നു. യേശു കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു. യേശു അവരെ അടുത്ത് വിളിച്ച്, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഓരോരുത്തർ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. നിങ്ങൾ ആരാകുന്നു എന്നോ എവിടെ ജീവിക്കുന്നു എന്നോ നോക്കാതെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. കുഞ്ഞുങ്ങളെ, അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. നിങ്ങളുടെ സ്നേഹം യേശുവിനും വേണം. അവനെ അനുഗമിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്നേഹം വെളിപ്പെടുത്താൻ കഴിയും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. ഞാൻ ഇന്നലെ ഒരു കൽപ്പന പറഞ്ഞു, നമ്മളെപ്പോലെ അയൽക്കാരെ സ്നേഹിക്കുക. നിന്നെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരെ സ്നേഹിക്കുക. നമ്മൾക്ക് നമ്മളെ തന്നെ സ്നേഹിക്കണം ആദ്യം, എന്നല്ല മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിലേക്ക് വഴി ഇങ്ങനെ കണ്ടെത്താം. നിങ്ങൾ ഒരു പാപി എന്ന് സമ്മതിക്കുക. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. യേശുവിൽ കൂടി ദൈവത്തോട് അടുക്കുക. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, മനുഷ്യനായ യേശു തന്നെ. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി നാം ജീവിക്കുന്നവരാകിയാൽ അവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അത് യേശു പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരാളും തള്ളിക്കളയത്തില്ല, ഭീഷിക്കത്തുമില്ല. നമ്മളെ കൈവിടാത്ത ജീവനുള്ള യേശുപ്പശി നമുക്കുള്ളത് കൊണ്ട് നമ്മൾക്ക് എന്ത് വേണം? പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുക. ആദ്യം നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുകയാൽ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. നിങ്ങളുടെ പാപം യേശുവിനോട് ഏറ്റുപറയുക എന്നത് അംഗീകരിക്കുക എന്നാണ് അർത്ഥം. യേശുവിനോട് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ യേശു നമ്മളെ അംഗീകരിക്കുന്നു. എത്ര നല്ലത്! യേശുവിനോട് ഏറ്റുപറയുകയാണെങ്കിൽ യേശു നമ്മളെ അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. എത്ര നല്ല ഒരു ദൈവം നമ്മൾക്ക്. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്കും ഹൃദയത്തിലേക്കും സ്വീകരിക്കുക. യേശുവിനെ സ്വീകരിക്കുക. ആമീൻ.